സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to God's blessed name. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. Praise God for this blessed time. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കൂടിയിരുവാൻ കർത്താവ് തരുന്ന നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ നന്ദി കരേറ്റുന്നു. Praise God for the good opportunities that God is giving us to come into His presence and worship Him. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രാരംഭമായൊരു വാക്യം 1 കൊരിന്തി 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. Let's read 1 Corinthians chapter 13 verse 13. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഓർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അവിടെ ഓർപ്പിച്ച ദൈവത്തിന് സ്തോത്രം. And here Paul reminds us 3 important things. ആമേൻ. അവിടെ കാണുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയിൽ വലുതോ ആമേൻ സ്നേഹമാണെന്ന് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം. And in this verse we read that faith, hope and love will last forever, and the greatest of these is love. Praise the Lord. ഹല്ലേലൂയ. വിശ്വാസം വലുതാണ്, പ്രത്യാശ വലുതാണ്, സ്നേഹം വലുതാണ്. എന്നാൽ ഇവയിൽ വലിയതോ സ്നേഹമെന്ന് അവിടെ എടുത്തു പറയുന്നു ദൈവത്തിന് സ്തോത്രം. Faith is important, hope is important, and love is also important, but the greatest of these is love. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിവിധ നിലകളിലുള്ള സ്നേഹങ്ങൾ നമുക്ക് ഗ്രീക്കിൽ മനസ്സിലാക്കാൻ കഴിയും, ഗ്രീക്ക് ഭാഷാന്തരത്തിൽ. And when we consider the word love, there are different translations, there are different meanings to the word love in Greek. ഒന്നാമത് ഗ്രീക്കിൽ പറയുന്ന ഒരു പദം എറോസ് എന്നുള്ളതാണ്. അത് എറോസ് എന്ന വാക്കിന് ലോകത്തിന്റെ രക്ഷിക്കപ്പെടാത്തവരുടെ, ലോകമനുഷ്യരുടെ ലോക സ്നേഹത്തിനാണ് എറോസ് എന്ന് പറയുന്നത്. And we know when we know the word eros, which means the worldly love or the love that we see now in this world. രണ്ടാമത് പറയുന്നത് ഗ്രീക്കിൽ പറയുന്ന സ്നേഹത്തിന് പറയുന്ന പദമാണ് സ്റ്റോർജിയ എന്നുള്ള പദമാണ്. And the second word that we see is storgia. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ആ സ്നേഹത്തിനാണ് സ്റ്റോർജിയ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the second, and that is the meaning of that word is the marital love, or the love that is seen between a husband and wife. മൂന്നാമത് പറയുന്നത് ഫിലയോ എന്നുള്ളതാണ്. ഫിലയോ ആ വാക്കിന്റെ അർത്ഥം സഹോദരങ്ങൾ തമ്മിലുള്ള ഫെലോഷിപ്പിൽ, ദൈവമക്കൾ തമ്മിലുള്ള കൃപയിലേക്ക് വന്ന ദൈവമക്കൾ തമ്മിലുള്ള ഫിലയോ, സഹോദര സ്നേഹത്തിനാണ് ഫിലയോ എന്ന് ഗ്രീക്കിൽ പറയുവാനിടയാണ്. The third word is phileo, which means the brotherly love or the love that we share, the fellowship that we share with each other. Yes, Lord. എന്നാൽ നാലാമത് പറയുന്ന ഒരു സ്നേഹമുണ്ട്. അതിനാണ് ഗ്രീക്കിൽ അഗാപ്പേ എന്ന പദം ഉപയോഗിക്കുന്നത്. And there's another fourth word that we all know, which says agape. ഈ 4 സ്നേഹങ്ങളും ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. These are the 4 types of love that we can see today in this world. എന്നാൽ നിലനിൽക്കുന്ന ഒന്നാണ് അഗാപ്പേ എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്നേഹമെന്ന് നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. But through the word of God we understand that the type of love that would last forever is agape, which is God's love. Praise the Lord. മറ്റുള്ള സ്നേഹങ്ങൾക്കൊക്കെ വേരിയേഷൻ വരാം, ഏറ്റക്കുറച്ചിലുണ്ടാകാം, അല്പകാലം കഴിയുമ്പോൾ മാറിപ്പോകാം. എന്നാൽ മാറിപ്പോകാത്ത നിത്യമായ ഒരു സ്നേഹമെന്ന് പറയുന്നത് അഗാപ്പയാണ്. അത് യേശുവിന്റെ കാൽവറി ക്രൂശിലെ സ്നേഹമാണ്. And all the other types of love that we just spoke about can vary, it can depend, it can vary based on different circumstances that we face, but the love that would never change, the love that would always last forever is agape love, the love that we see on the Calvary cross. അപ്പോൾ ലോകത്തിൽ വിവിധ നിലകളിലുള്ള സ്നേഹങ്ങൾ മാറി മറഞ്ഞാലും
ആ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും നമ്മളെ വിട്ട് പോകുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയും അത് നമ്മെ ദൈവത്തിൽ ആഴമായ വിശ്വാസം വരുവാൻ ഇടയാകും. ദൈവത്തിന് ഇഷ്ടം. And though there are different types of love in this world, and that can increase and decrease, but God's love for us will never change. ലോകത്തിൽ നമ്മൾ നോക്കിയാൽ, ലോകത്തിന്റെ ലേക്ക് കണ്ണോടിച്ചാൽ, ലോകത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ചതായ അനേകര് ലോകത്തിൽ ചരിത്രത്തിന്റെ താളുകളിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We know when we consider the history of this world, we know there are several prominent people who were born in this world. എന്നാൽ അവരെ കുറിച്ചൊക്കെ അന്നേരം മാത്രം ഓർമ്മകളിൽ നിൽക്കുമ്പോൾ യേശുവിന്റെ സ്നേഹം ഇന്നും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുകയാണ്. The work that they have done can only be remembered when we read about it or when we think about it, but God's love lasts forever, and that is still spoken about by people. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് വലിയ ആത്മീയ സന്തോഷം നമുക്കുണ്ടാകുമെന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. And when God's love enters into our heart, we experience great joy, and that we read in the word of God. Praise the Lord. നമ്മളെ കൊരിന്ത്യർ ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, സ്നേഹം ഒരു നാളും നഷ്ടപ്പെട്ടു പോകാത്ത ഒന്നാണെന്ന് അതിന്റെ ആരംഭവാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. And in the book of Corinthians chapter 13, in the initial verses when we read, we can understand that love shall never go in vain. Praise the Lord. ഏതെല്ലാം മാറി നിന്നു പോയാലും ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും നമ്മെ വിട്ടു പോയില്ല. No matter whatever happens around us, no matter whatever changes around us, but God's love for us will never change. Praise the Lord. Hallelujah. ലോകത്തിലുള്ള എല്ലാ സ്നേഹങ്ങൾക്ക് കുറവ് വന്നാലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സന്തോഷം നമ്മെ നിലനിർത്തുന്ന ഒന്നാണ്. ദൈവത്തിന് ഇഷ്ടം. Every other love might change, but God's love in us shall give us joy. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നത് നമ്മുടെ കർത്താവാണ്. ദൈവത്തിന് ഇഷ്ടം. And our Lord Jesus has poured that God's love into our hearts. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ എല്ലാവരും ഉരുവിടുന്ന വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. And that is why we read in the very prominent verse in the word of God, which is John chapter 3 verse 16, that God so loved the world that he gave his only begotten son, that whoever believes in him shall not perish but have everlasting life. ഏറ്റവും വലിയ ദൈവത്തിന്റെ സ്നേഹമാണ് തന്റെ പുത്രനെ നമുക്ക് നൽകി എന്നുള്ളത്. And this is the greatest type of love that we see, that our Lord gave his only son to us. ഇന്ന് പകൽ നമുക്ക് ആരും ഇല്ലെന്ന് തോന്നിയാലും ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമുക്ക് എപ്പോഴും കർത്താവിന്റെ സ്നേഹവും ദൈവത്തിന്റെ കൃപയും നമ്മോട് കൂടെ ഉണ്ട്. ദൈവത്തിന് ഇഷ്ടം. We think that we have nobody with us, we are all alone. We need to understand that our God is with us and his love is with us. ദൈവത്തിന്റെ സ്നേഹം അത്ര വലുതാണ്. ദൈവത്തിന്റെ മകൻ. And that big is God's love. പൗലോസ് പറയുന്നത്, നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയെന്നാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. In Colossians chapter 1 verse 12, we read that he has placed us into the kingdom of his dear son. വിശുദ്ധന്മാരുടെ വെളിച്ചത്തിന് അവകാശത്തിന് വേണ്ടി നമ്മളെ സ്നേഹസ്വരൂപനായ പിതാവിന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. And there we read that giving thanks unto Father which hath made us meet to be partakers of the inheritance of the saints in light. നമ്മളിപ്പോൾ ഒരു പ്രിവിലേജ് ഉള്ളവരാണ്, ദൈവത്തിനൊരു പദവിയുള്ളവരാണ്. നമ്മള് ദൈവത്തിന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടം. And we are being placed in the kingdom of his son. We have that privilege. We have been given that position in Lord's sight. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെ ലോകത്തിലുള്ള ഒരു ശക്തിക്കും തൊടാൻ കഴിയില്ല. സഖരിയ പ്രവചനത്തിൽ വായിക്കുന്ന, നിങ്ങളെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നുവെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. And the book of Zechariah, that is why we read that it says that whoever touches you touches the apple of my eye. ഇത്ര വലുതായ സ്നേഹം തരുന്ന ഒരു കർത്താവിനെയാണ് ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത്. And we worship that great God.
ആ ദൈവത്തിന്റെ സ്നേഹം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. ദൈവത്തിന് ഇഷ്ടം. And that God's love is with us always. നമ്മളെ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നത് 10-ാം അധ്യായത്തിൽ അവൻ മുമ്പിൽ നടക്കുന്നു, വഴി കാണിച്ചു തരുന്നു, വഴി പറഞ്ഞു തരുന്നു, യേശു മുമ്പിൽ നടക്കുന്നു, മേച്ചിൽ പുറത്ത് കൊണ്ടുപോകുന്നു. ആ സ്നേഹത്തിന്റെ ആഴം എത്ര വലുതാണ്. ദൈവത്തിന് ഇഷ്ടം. And in the book of John chapter 10, where we read the parable about the good shepherd and his sheep, there we see that how Jesus leads the way for us. He opens up the way for us. He makes us walk on green pastures. How great, how big is his love for us. നമ്മളെ ആ ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. So he has placed us in his kingdom. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് നമ്മള് ആമേൻ ഹല്ലേലൂയ ഓർക്കണം, നമ്മള് വിലപ്പെട്ടവരാണ്. ദൈവത്തിന് ആമേൻ നമ്മളെ കുറിച്ച് വലിയ കരുതലുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് That is what the word of God reminds us, that we are valuable in his eyes and he has great concern and care for us. നമുക്ക് പലപ്പോഴും സമാധാനമില്ലാത്ത അനുഭവങ്ങൾ, സന്തോഷമില്ലാത്ത അനുഭവങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ഉറച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ദൈവത്തിന് ഇഷ്ടം. And when we experience loss of peace, when we don't feel peace in our hearts, when we don't receive the joy in our hearts, we need to keep one thing in our mind: our God who always loves us is with us. ഈ ആമേൻ, സ്തോത്രം. ഹിസ്കിയാവൊക്കെ പറയുമ്പോൾ സമാധാനമില്ലാതെ വന്ന അനുഭവങ്ങളിലൊക്കെ താൻ സമാധാനം ദൈവം നൽകി, തനിക്ക് സന്തോഷം നൽകി തന്നെ നടത്തിയതായിട്ടൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. And in the book, just as how Hezekiah says in his prayer of thanksgiving that there was no peace in his life, but God gave him peace and made him walk. യേശു ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടാകും. യേശു ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്. യേശു ഉള്ള ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. So if Jesus is in our lives, we would have his love in our lives, we would have that joy, and we would have that good experience. We would experience that good things from him. നമ്മളെ സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് And he has placed us in the kingdom of his dear son. കർത്താവ് നമ്മളെ ആമേൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആമേൻ, സ്തോത്രം, അവൻ നമ്മളെ അവസാനത്തോളം സ്നേഹിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. When our Lord Jesus was there in this world, we read and we understand that he loved us until the last. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അവിടെ 1-ാം വാക്യത്തിൽ അവൻ ഭൂമിയിൽ ശിഷ്യന്മാരോടുകൂടി ആയിരുന്നപ്പോൾ അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്നൊരു വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. And in the book of John chapter 13, there we read that our Lord Jesus loved his disciples up till the time that he was there in this world. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ സ്തോത്രം. പകുതി വഴിക്ക് നമ്മളെ ഇട്ടിട്ട് പോകുന്നവനല്ല കർത്താവ്. അവൻ അവസാനത്തോളം നമ്മെ സ്നേഹിക്കുന്നവനാണ്. Our Lord is not someone who would leave us and forsake us halfway, but he would be there with us until the end. നമ്മൾ ആരാധിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ഈ സ്നേഹസ്വരൂപനായ ദൈവത്തെ ആരാധിപ്പാനാണ് ഈ ആരാധനയിൽ കടന്നു വന്നത്. So we have come here, gathered here in his presence to worship him and to worship this loving God. കാരണം അവൻ നമുക്ക് വേണ്ടി മുതൽ മുടക്കിയത് വലിയ വിലയാണ്. നമുക്ക് വേണ്ടി മുടക്കിയത്. ദൈവത്തിന് ഇഷ്ടം. Because he has paid a high price for us. നാം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താണെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. And the word of God, we read that we are our Lord's inheritance. അതുകൊണ്ട് നമ്മളെ ഈ സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടം. And he has placed us in the kingdom of his loving son. ഇവിടെ നമ്മള് ആ രാജ്യത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും കർത്താവിന് വേണ്ടി ആമേൻ, സ്തോത്രം, അധ്വാനിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ചെയ്യണമെന്ന് നമുക്ക് ലേഖനങ്ങളിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. And through the epistles we understand that because we are being placed in his kingdom, we need to love him, we need to work him, we need to strive for him. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ ബൈബിൾ ഉള്ളവർക്ക് നിങ്ങൾക്ക് നോക്കാം. അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടം. And the book of in the epistle of Colossians chapter 1 verse 12, we read that how God has placed us into the kingdom of his loving son. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയിൽ
ആണത് പറയുന്നത്. പൗലോസിന്റെ ധാരാളം പ്രാർത്ഥനകൾ ബൈബിലുണ്ട്. അതിൽ ഒരു പ്രാർത്ഥനയിലാണ് ഈ ആ സ്നേഹത്തെക്കുറിച്ചും ആ പ്രാർത്ഥനയുടെ വാക്കുകളിൽ ഒന്നാണ് നമ്മൾ ഓർപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. And this verse is from one of the prayers that Paul made, which is a prayer of thanksgiving. And this verse is one of the words that he uttered during his prayer. അപ്പോൾ ദൈവത്തിനെ പ്രസാദിപ്പിക്കണമെന്നും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി വേണം ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കണമെന്നൊക്കെ പൗലോസ് അവിടെ എഴുതി ആ ലേഖനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. And through the epistles, Paul has reminded us that we need to understand what pleases our Lord and we need to do what pleases him. അവന്റെ ഇഷ്ടത്തിന്റെ പ്രാർത്ഥനയിലെ ഒരു വാക്യമാണ്, ആ സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അവന്റെ പരിജ്ഞാനത്തിന്റെ ഇഷ്ടം നിങ്ങൾ അറിയണമെന്നൊക്കെ തന്റെ പ്രാർത്ഥനാ വാക്കുകളിൽ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് ഇഷ്ടം. And there we read that because he has placed you in his kingdom, you need to understand what pleases him and you need to understand the knowledge of the word of God. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ അറിയണം. ദൈവത്തിന് സ്തോത്രം. And there we read that you need to understand what pleases God. അവിടെ ആ ഇഷ്ടത്തിൽ വന്നിട്ട് അതിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന് ഓർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. And there he reminds us to increase in the knowledge of God. ഇന്ന് പകൽ ആരാധനയെ കടന്ന ദൈവമക്കളെ നമ്മൾ ഓർക്കുക, ദൈവ ഇഷ്ടം നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് സ്തോത്രം. So we who have come to the session, how do we understand what pleases our God? പലപ്പോഴും നമുക്ക് ദൈവ ഇഷ്ടം നമുക്ക് വേണ്ട നിലയിൽ ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. ദൈവത്തിന് Many times we are not able to comprehend what pleases our Lord. ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ അറിഞ്ഞ് ദൈവത്തിന്റെ മഹത്വം ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ വേഗത്തിൽ ഓരോന്നിന്മേലും ദൈവപ്രവൃത്തി ഉണ്ടാകും. ദൈവത്തിന് When we comprehend and understand what pleases our Lord and when we work and act according to it, God shall send his deliverance for us. ഒരു വീട്ടിലൊരു പൈതലിന്റെ ഇഷ്ടം അവന്റെ മാതാവിന് നല്ലവണ്ണം അറിയാം. ദൈവത്തിന് ഇഷ്ടം. We know that in a particular household or in a family, a mother knows what her son or daughter likes. അതനുസരിച്ച് മാതാവ് അവനെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. And if the mother keeps everything ready according to what her child wants, then that child would be really happy. എല്ലാ കുട്ടികൾക്ക് രാവിലെ ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ അവർക്ക് വേണ്ട, എന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് അന്ന് വളരെ മുഖത്ത് ഒരു പ്രസന്റ്, ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ട്. We have heard about mothers saying that they don't like, their children don't like a particular breakfast, but if she prepares a particular breakfast that her child likes, then that day that her child would be really happy. കാരണം അന്ന് കുട്ടികൾ ചിലപ്പോൾ ഇഷ്ടമല്ലാത്ത ആഹാരമാണെങ്കിൽ അന്ന് ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട് കുട്ടികൾ. And we also, sometimes some children, if some breakfast is cooked which they do not like, then they might not eat that day. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അല്ലെങ്കിൽ അവര് അന്ന് ഫാസ്റ്റിംഗ് പോലെ ആകാറുണ്ട്. So if mom prepares something which they don't like, then they might just deliberately take fasting. ചിലരിങ്ങനെ വേണ്ടാതെ തല കുലുക്കി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. And some children, they would just nod their head and say that they don't want it. ഇഷ്ടമുള്ള ഫുഡുള്ള ദിവസം അവരുടെ മുഖം കണ്ടാൽ നിങ്ങളൊരു ഫോട്ടോ എടുക്കണം. നന്നായിരിക്കും ആ സമയത്ത് അവരുടെ മുഖത്ത് നല്ല പ്രസന്റ് ആയിരിക്കും. But if they are being served something which they like, then we should actually look at their face. They'll be really happy. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾ അന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് എന്തെന്നില്ലാത്ത ഒരു വാത്സല്യവും സ്നേഹവും നിങ്ങൾക്കും ആ പ്രസൻസ് കാണാൻ കഴിയും. So if you prepare something which they like, which they enjoy, then you can actually see the joy on their face, and they'll be really loving and caring towards you. അത് ഇതുപോലെയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയും എന്ന് പറയുന്നത്. Similarly is how God works. വർഷങ്ങൾക്കപ്പുറം ഞങ്ങളുടെ ഒരു കൊച്ചമ്മ അമേരിക്കയിൽ 78 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർത്താവിന്റെ വേലയ്ക്കായി പോയ ഒരു സംഭവം ഞാൻ പലരോടും പറയാറുണ്ടായി. Pastor says that many years back, one of the sisters, she went to the US to do Lord's work long back. അന്ന് ഷിപ്പിലാണ്. വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ചെന്ന സന്ദർഭത്തിൽ കർത്താവിന്റെ വേല തുടങ്ങുന്ന സന്ദർഭത്തിലുണ്ടായ അനുഭവത്തെ കുറിച്ചൊക്കെ
എന്നോട് നാട്ടിൽ വെച്ച് ഷെയർ ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട് ധനുഷ്. And that sister shared her experiences as to how was the experiences on that ship journey and how did she start God's work there. അത് അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവർക്കൊരു ദർശനം കൊടുക്കുവാൻ ഇടയായി എന്നാണ് പറയുവാനിടയായി. And that sister said that when she was praying, God showed her a vision. അപ്പോൾ ആ ദർശനം വെച്ച് അവര് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. And she prayed over that vision. അവര് ഇങ്ങനെ സുവിശേഷം പറയാനായി സ്ട്രീറ്റിലൊക്കെ കടന്നു പോകുമായിരുന്നു അന്ന് ഈ സഹോദരന്മാര് എന്ന് പറയുവാനിടയായിട്ടുണ്ട്. And she used to do street evangelism, like walk on the streets and spread the gospel. അപ്പോഴാണ് ഒരു എഞ്ചിനീയർ നിന്ന് വീട് പണിതുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാനിടയായി തീർന്നു. And at that time she happened to pass by a person who was building his house. He was an engineer. അപ്പോൾ ആ കൊച്ചമ്മ ചെന്നിട്ട് ആ എഞ്ചിനീയറെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുവാനിടയായി. And that sister was invited by the engineer, and that sister invited that engineer to her house. ആ ദിവസം അവര് അവിടെ വന്നപ്പോൾ വരാൻ വേണ്ടി ആ ദിവസം അവർക്ക് വേണ്ടി പ്രത്യേക ദിവസം അവർ ക്രമീകരിച്ചു. And she fixed a date on which that engineer would come to her house. അപ്പോൾ ഈ കൊച്ചമ്മ ദൈവസന്നി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ വ്യക്തി വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സുവിശേഷം പറയേണ്ടത്, ഞാൻ എങ്ങനെ പറഞ്ഞാൽ ഈ എഞ്ചിനീയറിങ്ങിന് ചെയ്ത ഈ മനുഷ്യനെ അവിടുത്തുകാരനാണ്, എങ്ങനെയാണ് ഇദ്ദേഹം രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ടത്, ദൈവസന്നിധിയിൽ അതിനു മുമ്പേ ദിവസങ്ങളോളം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. So before that day could arrive, the sister started spending time in God's presence, started praying to God and asking, Lord, you lead me, you guide me. How should I talk? What should I say to this person, this engineer, when he comes to the house? How should I spread your word to him? ആ സമയത്ത് ദൈവം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൊച്ചമ്മയ്ക്ക് ഒരു ദർശനം കൊടുക്കുവാൻ ഇടയായി തീർന്നു. And after she prayed, after some time, God showed a vision to the sister. അത് വ്യക്തമായ ദർശനമാണ്. ഈ എഞ്ചിനീയർ കഴിക്കുന്ന ആ ഒരു ഫുഡ്, അത് നീ ഉണ്ടാക്കി വരുന്ന ഡിന്നറിൽ ആ ഫുഡ് നീ കൊടുക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. And in that vision specifically, Lord told her that this particular food item is what the engineer would have or would eat. So you need to prepare this food item when he comes. അവരൊരു ഗ്രൂപ്പായിട്ട് 1-2 പേര് ചേർന്ന് അവരുടെ ആ ക്ഷണം സ്വീകരിച്ച ഭവനത്തിൽ വരുവാനിടയായി. So as per the sister's invitation, to three of their other family members also joined this engineer. ആ സമയത്ത് അവർ ടേബിളിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. And when the food was just about to be served, this engineer was surprised to see that the food that he liked so much is what this sister has prepared. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്നെ ഇതിനു മുമ്പ് ഒരിക്കൽ എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ അറിയുമോ, എന്നെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മദറിനെ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുവാൻ ഇടയായി. So this engineer asked her that we have never met, but do you know me by any chance? Do you know my mother? അദ്ദേഹം പറഞ്ഞു, ഇത് എപ്പോഴും എനിക്ക് നിർബന്ധമുള്ള ഒരു ഫുഡാണ്, എൻ്റെ മദറിന് മാത്രമാണ് ഇത് അറിയുന്നത്, എൻ്റെ മദർ എനിക്ക് ഇത് സ്പെഷ്യലായിട്ട് തരുന്നതാണ്, ഇത് മസ്റ്റായിട്ട് എനിക്ക് വേണം, ഇത് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് എങ്ങനെ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ചോദിക്കുവാൻ ഇടയായി. So this engineer says that this is one of the food items that I would never avoid, and this is a secret which only my mom knows. So I am really surprised. How did you know that I like this food so much? അപ്പോൾ അവരുടെ സാക്ഷ്യവും ആ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് സുവിശേഷം പറയുവാൻ ഇടയായി തീർന്നു. So at that time, that sister, she revealed that how God had showed her a vision that this is the food item that this person would like, and following which she also shared the word of God with him. ഇങ്ങനെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടോ എന്ന് മനസ്സിലാക്കുവാനും ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനും ആ ജീവിതം സമർപ്പിക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം ഒരു വലിയ സുവിശേഷകനായി മാറി. And that engineer, he began to understand and grasp that there is a God who would reveal secrets. There is such loving God. There is such a loving Jesus Christ. And when he realized that, he surrendered his life, and later on he became a missionary. ഞാൻ പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇതുപോലെയാണ് ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ
നമുക്ക് ആമേൻ സ്തോത്രം ദൈവം നമ്മളോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. So likewise, when we are able to grasp and realize what is God's will, what pleases him, then God's work will be revealed in our life. Praise the Lord. എത്ര പേർക്ക് ഇതുപോലെ സന്തോഷമുണ്ട്? കർത്താവേ, നിന്റെ ഇഷ്ടപ്രകാരം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ കാലങ്ങളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ആമേൻ സ്തോത്രം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ നിന്റെ ഇഷ്ടത്തിനായി ഞാൻ സമർപ്പിക്കുന്നു, അങ്ങനെ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയാണ്. How many are ready to admit and say that, Lord, in these days you lead me and my family according to your will. You lead us according to how it pleases you. And if and I praise God for such people who are doing that. നമുക്ക് ധാരാളം നല്ല ഇഷ്ടങ്ങളുണ്ട് ദൈവത്തിന് ചെയ്യാൻ വേണ്ടി. സ്തോത്രം. So we have a lot of interest and desires that we want that God should do these things. നിശ്ചയമായിട്ടും അത് നമ്മൾ ചെയ്യേണ്ടവരാണ്. ദൈവത്തിന്റെ വചനത്തിൽ അത് ഉണ്ട്. അത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുമാണ്. And out of which there might be some things which we should really do it, and probably that is what God also wants us to do. ദൈവവചനത്തിൽ പറയുന്നതെല്ലാം ദൈവഹിതപ്രകാരമുള്ളതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ തന്നെയാണ്. ദൈവത്തിന്റെ മഹത്വം. And whatever is said in the word of God as per God's will is what God desires and what he pleases. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മൾ ഒരു വിഷയത്തിൽ പോകുമ്പോൾ അത് ദൈവത്തിന്റെ ഇഷ്ടം ഗ്രഹിച്ച് ആമേൻ ദൈവഹിതം ആരാഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അത് കുറെ കൂടെ നമുക്ക് ദൈവത്തിൽ നിന്ന് ബ്ലെസ്സിങ്ങും ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് ഗ്രഹിക്കുവാനും നമുക്ക് വലിയ സന്തോഷമുണ്ടാകുവാനും ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. And when we are about to do something, when we are about to step into something, if we realize and grasp what is God's will concerning that, then we shall surely see God's work in wherever we go, in whatever we do. അപ്പോൾ അങ്ങനെ താല്പര്യപ്പെടുന്ന വ്യക്തിയോട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുണ്ടാകും. Praise the Lord. So such a person who has that desire to constantly please God, God himself would be pleased with that person. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ദൈവത്തിന് മനസ്സിലാവുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാകും. When you are ready, when you comprehend and understand what pleases God, then God in turn would be pleased with you and he would bless you. Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. In the Old Testament we read about Elijah. ഏലിയാവ് ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്നൊക്കെ വരുന്ന ഒരു വഴിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. And there was a way that leads down from the palace of Ahab. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് താൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. And he is moving forward according to God's will. അവിടെ നമ്മൾ കാണുന്നത് കൊട്ടാരത്തിൽ നിന്ന് യാത്ര ചെയ്ത് താന് കെരീത്തിൽ വന്ന് അതുവഴി യാത്ര ചെയ്ത് സരാഫത്തിൽ വിധവയുടെ വീട്ടിൽ വന്ന് അവിടെയും ദൈവം അത്ഭുതം കണ്ടിട്ടാണ് പുള്ളി കർമ്മേലിൽ കയറി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ വരുന്ന ഒരു വരവ് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ ഉടനീളം കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. The book of 1 Kings chapter 18, when we read, we understand that when he came down from the palace, walked on the road that leads down from the palace of Ahab, went to Kiriath, then from there went to Zarephath, where he did God's work in the life of that widow, and then from there he went to Carmel, and on the mountain top he prayed to God, and then he was walking down from there. നമുക്ക് ദൈവ ഇഷ്ടപ്രകാരം യാത്ര ചെയ്യുന്ന ഒരു ഭക്തന്റെ വഴിയാണ് നമ്മൾ കാണുന്നത്. So this is a way of a child of God, of a man of God who walks according to God's will. ഒത്തിരി അനുഭവങ്ങളിലൂടെ ദൈവം കൊണ്ടുവന്ന മനുഷ്യനാണ് ഏലിയാവെന്ന് കാണാൻ കഴിയുന്നത്. We can understand that from the life of Elijah, he was led through different experiences. ആഹാബിന്റെ അവിടെ കൊട്ടാരത്തിൽ നിന്ന് കെരീത്തിൽ വന്നു, കെരീത്തിൽ നിന്ന് സരാബാത്തിലെ വിധവയുടെ വീട്ടിൽ വന്നു, അവിടുത്തെ അനുഭവങ്ങൾ. പിന്നീട് കർമ്മേലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി വരുമ്പോഴാണ് എലീശയെ കണ്ടുമുട്ടുന്നത്. We read that from the palace he went to Kerith, and from Kerith he went to Zarephath, from Zarephath to Carmel, and from there on the way, that is where he meets Elisha. വന്നപ്പോഴാണ് ഏലിയാവ് അവന്റെ മേൽ എലീശയുടെ മേൽ ഒരു പുതപ്പെടുന്ന ഒരു ഭാഗമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And that is where Elijah puts his blanket on Elisha. അവിടെ നമ്മൾ വായിക്കുന്നത് ശാഫാത്തിന്റെ മകനായ എലീശയെ കണ്ടു എന്നൊരു പദം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. And there we read in a verse which says that he saw Elisha.
ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏലീശ ഇങ്ങനെ ഒത്തിരി ഭാഗങ്ങൾ കണ്ടു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ്. Praise the Lord. Praise the Lord. ഏലിയാവ് ഒത്തിരിയും ഭാഗങ്ങൾ ഇങ്ങനെ ദേശങ്ങൾ കണ്ടുവരികയാണ്. ഏലിയാവ്. Praise the Lord. So Elijah has been seeing a lot of places, a lot of provinces, and he's coming on his way. ഞാൻ ചോദിക്കട്ടെ, പ്രൈസ് ദി ലോർഡ്, കെരീത്തിലെ തോട് കണ്ട, ആഹാബിന്റെ കൊട്ടാരം കണ്ട, പ്രൈസ് ദി ലോർഡ്, സരാഫത്തിലെ വീട് കണ്ട, കർമ്മേല് കണ്ട ഏലിയാവ് ഇപ്പോൾ വന്ന കാഴ്ച അതുപോലല്ല ഏലീശയെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. So on his way, all the way, when he came down from palace to Kerit, from Kerit to Sarephat, and from Carmel, the scenes that he saw there is not the scene when he saw Elisha. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പലരെയും കണ്ടെങ്കിലും അതുപോലല്ല ഏലീശയെ കണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഏലീശയെ കണ്ടത് ഒരു പ്രത്യേക അനുഭവത്തിലാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. And when he saw Elisha, he saw him in a very different situation or circumstance. ആമേൻ. ദൈവമക്കളെ, ദൈവം നമ്മളെ കാലാകാലങ്ങൾ കണ്ടത് ഒരു പ്രത്യേക അനുഭവത്തിലാണ്. And we also understand that our Lord God saw us from time to time in different circumstances. നിങ്ങളെ ലോക മനുഷ്യർ വീക്ഷിക്കുന്നത് പോലല്ല ദൈവം നിങ്ങളെ കണ്ടത്. ദൈവം നിങ്ങളെ കണ്ട് സ്നേഹിച്ചത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. And Lord doesn't see you as per a worldly person would do, but he saw you according to his purpose, his eternal purpose concerning us. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവം. ആമേൻ. സ്തോത്രം. ഏലീശ അവിടെ കണ്ട് വരുന്ന അവസരത്തിൽ ആമേൻ അവിടെ എഴുതിയിരിക്കുന്നത്, ആമേൻ, തന്റെ ജീവിതത്തിൽ ഏലീശയോട് ഒരു പ്രത്യേകത തോന്നി. ദൈവത്തിന് സ്തോത്രം. And there we read that when he saw Elisha, he was moved towards him. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അവിടെ കാണുന്നത്, ആമേൻ, സ്തോത്രം, അവന് ആമേൻ ഒരു 12 കാളയുടെ കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. And there we see that he was seen along with 12 bulls. 12ാമത്തതിനോടുകൂടെ ആമേൻ ഏലീശ ഉഴുവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. He was seen plowing with the 12th oxen. രക്തത്താൽ ഇന്ന് പകൽ നമ്മൾ നോക്കുക, ഒരു സാധാരണ കാഴ്ചയല്ല, വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ഏലിയാവ് ഏലീശയെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. So it is not like an ordinary scene. Elijah is seeing Elisha in a different or peculiar circumstance. ഇതെങ്ങനെ പറയണമെന്ന് അറിയില്ല. വയലിൽ ഉഴുതു മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പൊ ഏലീശയെ കാണുന്നത്. And here Elijah is seeing Elisha as a person who is plowing in the field. അപ്പൊ നോക്കുക, ഇതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിലും ആമീൻ വേദനയിലായിരിക്കാം, ഉപവാസത്തിലായിരിക്കാം, വിവിധ നിലകളിൽ ആമീൻ ഉഴുത് മറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. And here we can consider that onto as a spiritual context, that he might be plowing in fasting, he might be plowing in prayer, or he might be literally plowing. You can see it in any way that you want. എനിക്കത് പറഞ്ഞപ്പോൾ ഒത്തിരി ആത്മസന്തോഷമുണ്ട്. കാരണം ഒരു നല്ല ശൗര്യം ഏലീശയ്ക്ക് ഉണ്ട്. ദൈവത്തിന് മഹത്വം. So there we understand that Elisha was very energetic. ഒരു നല്ല ചുണയോടുകൂടിയാണ്. കാരണം കാളയുടെ കൂടെ നിന്ന് ഇങ്ങനെ ഉഴുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. So there we can see that he's very hard working, and he's very zealous in what he is doing, and he's plowing along with the oxen. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഏലീശയുടെ പരുവം കണ്ടാൽ അറിയാം, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ ഇത് ഉഴുതു മറിക്കുന്ന ഒരു കാളയാണ്. ദൈവത്തിന് സ്തോത്രം. So there we can, looking at Elisha itself, he would have understood that he is someone who would fight in prayer, who would fight that battle in prayer spiritually. ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വളരെ ആമേൻ ദൈവത്തിന് സ്തോത്രം പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. And there when he sees him, he would have understood that he is somebody who's very zealous and hard working. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഉഴുതു മറിക്കുന്ന ഒരു വ്യക്തിയുടെ മേലാണ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവിന്റെ പുതപ്പ് വീഴുന്നത് രക്തത്താൽ ജയം. And the person who and we know that Elisha, who was plowing at that time, upon him Elijah throws his blanket. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം ഒരു കൃപ നമ്മുടെ മേൽ പകരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ ആരാധനയിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേലാണ് ദൈവത്തിന്റെ കൃപ ദൈവം പകരുന്നത്. ദൈവത്തിന് സ്തോത്രം. So through this we understand that those who constantly plow, those who constantly work and strive in prayer and in fasting, upon them God showers his grace.
ഈ ഏലിശയോട് ചോദിച്ചാൽ ഈ പുതപ്പ് വീഴുന്നതിന് മുമ്പ് തനിക്ക് പറയാൻ കഴിയും, ഈ വയലിൽ ഇങ്ങനെ ഉഴുതു മറിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. So there is a peculiarity in what this Elisha is doing, that he's plowing his field. ഈ ഏലിശയുടെ ആവേശം കണ്ടാൽ അറിയാം. സ്തോത്രം, പ്രൈസ് ഗോഡ്. ഈ ഹല്ലേലൂയ, അതിന്റെ ആ പ്രത്യേകത, ഉശിര ചുണ കണ്ടാൽ അറിയാം അത് ഉഴുതുമറിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. So looking at the way that he was working in the field, Elijah was able to understand that this man is really energetic, hardworking, and very zealous in whatever he does. നമ്മൾ പ്രാപിക്കുന്നത് പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, ആരാധനയിൽ പ്രാപിച്ചെടുക്കാൻ, അതിന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാപിച്ചെടുക്കത്തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ മേലെ ആ പുതപ്പ് വീഴുന്നു. So through this we understand that those who are ready to surrender themselves to plow, to constantly strive, to worship God in fasting and in prayer, upon them the blanket of God, the blanket of Holy Spirit will fall. അതിനാണ് ഞാൻ പറഞ്ഞത്, ഏലിയാവ് ഏലിശയെ കണ്ടെത്തി എന്ന് പറയുന്നത് എല്ലാവരെയും കണ്ടതുപോലല്ല, കണ്ടത് ഒരു പ്രത്യേകത ഏലിശയിൽ ഉണ്ടായിരുന്നു. That's why it was said that the scene where Elijah worked, that was not an ordinary scene, but there was something different, something peculiar about Elisha. ഒരു വ്യക്തിയെ ഏലിശയെ കണ്ടപ്പോ മനസ്സിലായ, പരുവം കണ്ടപ്പോ പരിശുദ്ധാത്മാവിന് മനസ്സിലായി, ഈ പുതപ്പങ്ങോട്ട് വീണാൽ ഇത് പിന്നത്തെ ഇതിൽ പ്രയോജനമായി മാറും. So looking at Elisha, the way he was working, the way he was plowing with that energy and with that zealousness, looking at that zeal, looking at that, Elijah was able to, the Holy Spirit was able to understand that if the blanket falls on him, he shall surely work for God. നമുക്ക് എലിശയോട് ചോദിക്കാം, നീ എന്തിനാണ് ഈ 12ാമത്തെ കാളയോട് കൂടെ ഇങ്ങനെ ഉഴുതുമറിക്കുന്നത്? Maybe we can ask Elisha that why are you also plowing and struggling with this 12th oxen? ഏലിശയ്ക്ക് ഏലിയാവിനോട് ഒരു മറുപടി പറയാനുണ്ട്. Then probably Elisha might be able to give an answer, reply to Elijah. ഞാൻ വെറുതെ ഉഴുതുമറിക്കുകയല്ല, അടുത്തൊരു കൊയ്ത്തിനു വേണ്ടി ഞാൻ ഉഴുതുമറിക്കുക. I'm not doing this in vain, but I'm preparing myself, I'm getting ready for a next harvest. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, അടുത്തൊരു പദ്ധതിക്ക് വേണ്ടി, അടുത്തൊരു പ്രൊജക്റ്റിന് വേണ്ടി, അടുത്തൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഇപ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഏലിശ ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുകയാണ്. And for the next project of God, for the next harvest, Elisha is preparing the field. He is preparing himself right away. ഏലിശയ്ക്ക് അറിയാം, ഉഴുതുമറിക്കുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ കൊയ്ത്തിന്റെ അനുഭവം വരാൻ പോകുകയാണ്. But Elisha knew that just after he finishes plowing, there would be an experience of harvest. എത്ര പേർക്ക് സന്തോഷമുണ്ട്? I mean, if it are understand this, are happy with it. നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ആരാധനകളും ദൈവനാമത്തിനോട് പ്രവർത്തിക്കുന്നതൊക്കെ വെറുതെ അല്ല. ഇതിന്റെ പിന്നിൽ ഉഴുതുമറിച്ച് കഴിയുമ്പോൾ ഒരു കൊയ്ത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു വചന വെളിപ്പാടും കൂടെ പറയാ. Your fasting and your prayer and your worship, whatever you do for the Lord, is not in vain. After this, it shall always be followed by a harvest in your life. ഈ എലിശ എന്തിനാണ് വിളിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. Here we also understand that why Elisha was called. ഏലിശ ഇവിടെ വയലിൽ വന്നത് അവിടെ കാളയെ നോക്കാനല്ല വന്നത്. ദൈവത്തിന് സ്തോത്രം. Elisha did not come to the field to look at the oxen. ദൈവത്തിന് സ്തോത്രം. ഉഴുതുമറിക്കുന്ന കാളയെ ഉഴുതുമറിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അത് അളക്കാനൊന്നുമല്ല അവിടെ വന്നത്. ദൈവത്തിന് സ്തോത്രം. Elisha did not come there to measure the work of that oxen or to see how well that oxen is plowing the field. അതിന്റെ ചലനം കാണാനുമല്ല എലിശ വന്നത്. ദൈവത്തിന്. And Elisha did not come to just make a mere visit to the field. ഇന്ന് പകൽക്കാലം സ്തോത്രം ഏലിശ വന്നത് അത് ഉഴുതുമറിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്. But Elisha came to the field only to plow or to work in the field. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഏലിശ വന്നതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവത്തിന്റെ മഹത്വം. And there was a purpose why Elisha came to the field. ആമേൻ. അല്ലെങ്കിൽ ഒന്നാമത്തെ കാളയെ നോക്കി, രണ്ടാമത്തെ കാള ഉഴുതുന്നുണ്ടോ എന്ന് നോക്കി, മൂന്നാമത്തെ കാളയെ നോക്കി, അങ്ങനല്ല. ഏലിശ നിന്ന് ഉഴുതുമറിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. And he did not go there just like a mere visitor, but then he also began to work in the field.
അങ്ങനെ ഉഴുതുമറിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേലാണ് ഹല്ലേലൂയ ആ നുകം വന്ന് വീണത്. ദൈവത്തിന് സ്തോത്രം So ചെയ്യുക. if a child of God is ready to do that, ready to work in the field, upon that person God shall send, God shall put his blanket. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പുതപ്പ് നമ്മുടെ മേൽ വന്ന് വീഴുന്നത് ഉഴുതുമറിക്കുന്ന ഒരു വ്യക്തിയുടെ മേലാണ് ദൈവത്തിന്റെ പുതപ്പ് വന്ന് വീഴുന്നത്. ദൈവത്തിന് സ്തോത്രം. God's blanket would fall on that person who is ready to plow in the field. ഇവിടെ കഴുത്ത് എലീശ കുനിച്ചു കൊടുക്കുകയാണ് രക്തത്താൽ. And here Elisha is bowing himself down and is literally working in the field. ദൈവത്തിന് സ്തോത്രം. ഒരു നുകം അവന്റെ മേൽ വന്ന് വീഴുകയാണ്. And there is a yoke that is placed on his neck. അടിമയുടെ നുകമല്ല, ബന്ധിക്കപ്പെട്ട നുകമല്ല, ദൈവകൃപയുടെ നുകം അവന്റെ മേൽ വന്ന് വീഴുകയാണ്. ദൈവത്തിന് And this yoke is not the yoke of slavery, but this yoke is from God. It is a godly yoke. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ മേല ദൈവത്തിന്റെ കൃപയുടെ നുകം വന്ന് വീഴുന്നു. ദൈവത്തിന് So those who surrender in God's presence, upon them the yoke of God's grace will fall. ഒരു പ്രത്യേക അനുഭവം അവനുണ്ടാകുക രക്തത്താൽ ചെയ്യപ്പെട്ടു. And he is having a different experience here. ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് അവൻ വരികയാണ്. He is coming to the depth of God's love. നോക്കുക, ഏലിയാവിന്റെ പിന്നാലെ അവൻ പോവുകയാണ്. He is leaving everything behind and is going behind Elijah. അത് മാത്രമല്ല, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി എലീശയെ ഒരുക്കിയെടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. And not only that, we also see that God himself is preparing Elisha for his work. എപ്പോഴും ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. And constantly God's love was pressing him to work for God. പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. ദൈവ സ്നേഹം ഉള്ള വ്യക്തിക്ക് മാത്രമേ ചിലതൊക്കെ പ്രാപിച്ചെടുക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. Only a person who has God's love in him shall receive good things from God. ദൈവ സ്നേഹമുള്ള വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ കഴിയും. And the person who has God's love in his heart shall receive some good things from God. ഈ ഇസ്രായേൽ മക്കൾ ഈ ഒറ്റുനോക്കാൻ പോയ ഒരു ഭാഗമുണ്ട് രക്തത്താൽ. And there is an instance where Israelites go to spy onto some place. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുന്നത് അവർ ഒറ്റുനോക്കാൻ പോയ സ്ഥലത്ത് അവർക്ക് വളരെ ഭയമുണ്ടായെങ്കിലും ആമേൻ ദൈവം അത് അവരുടെ കരങ്ങളിൽ നൽകുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. And the place where they went to spy, looking at that, they were really frightened and afraid, but then God gave that land into their hands. ആമേൻ. നോക്കുക, അതെന്താണെന്ന് അറിയാമോ? ദൈവത്തോടുള്ള അവരുടെ സ്നേഹമാണ്. ദൈവം അവരോട് പറഞ്ഞ ആലോചനകളുടെ പൂർത്തീകരണത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം. We understand that is God's love towards them, and God is helping them to come into the fulfillment of what God has promised them. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ അവിടെ അവരെക്കാൾ വലിപ്പമുള്ളവരും പൊക്കമുള്ളവരും, അത് മാത്രമല്ല ആമേൻ ബലമുള്ളവരും ബലമില്ലാത്തവരും പട്ടണങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. And in that land where they went to spy, they saw that there were giant people who resided in that town, and there were several things, scary things that they could see in that land which they would not be able to attain on their own. ആമേൻ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന അവരുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ഒറ്റുനോക്കാൻ പോയവര് വെറുതെ വന്നില്ല. അവരൊരു മുന്തിരിക്കൊല പറിച്ചെടുത്തുകൊണ്ട് വരാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. And because God's work was with them, God's grace was with them, that is why they did not come back in vain, but they came back with a grape branch. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അനാക്യ ദൈവാത്മാവെന്നെ വീണ്ടും ആ ഭാഗം ചൂണ്ടിക്കാണിക്കുക. അനാക്യ മല്ലന്മാരെ മാറ്റി ദൈവം അവർക്ക് ശാശ്വത അവകാശം കൊടുത്തൊരു ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. And there when we read, we understand that how God removed the inhabitants of that land, the giants of that land, and God gave that land in their hand. ഈ ഹെബ്രോനിൽ ഉണ്ടായിരുന്ന 3 അനാക്യ മല്ലന്മാരെ കുറിച്ച് എടുത്തു വായിക്കാൻ സമയമില്ല, ഞാൻ അങ്ങ് പറഞ്ഞു വിടാം. ദൈവത്തിന് സ്തോത്രം. And there were 3 giants that were there in Hebron. ശേഷായി എന്ന് പറഞ്ഞ ഒരു അനാക്യ മലൻ ഉണ്ടായിരുന്നു. And there was a giant who was named Sheshai. മറ്റൊന്ന് എടുക്കാൻ സമയമില്ല, തൽമായി എന്ന് പറഞ്ഞതായ ഒരു അനാക്യ മലൻ ഉണ്ടായിരുന്നു. And there was a giant whose name was Tanmai. മൂന്നാമത് അഹിമാൻ എന്നുള്ളതായ ഒരു അനാക്യ മലൻ ഉണ്ടായിരുന്നു. And there was a third giant who was Ahiman. ശേഷായി, അതുപോലെ തൽമാൻ, അഹിമാൻ
ഇവരൊക്കെ അനാക്യ മല്ലന്മാരായിരുന്നു വാഗ്ദത്തങ്ങളിൽ കിടന്നത്. And these were the 3 giants who lived on their promise, on the promised land. പ്രൈസ് ദി ലോർഡ്. ശേഷായി എന്ന വാക്കിന് ഗ്രീക്ക് വാക്കിന്റെ മലയാളം അർത്ഥം ഇങ്ങനെയാണ്, മുൻവിധി എന്നാണ് അതിന്റെ അർത്ഥം. And Sheshai, the word Sheshai really it means to be judgmental. പ്രൈസ് ദി ലോർഡ്. അഹിമാൻ എന്ന് പറഞ്ഞാൽ ലോകസ്നേഹി എന്നാണ് പറയുന്നത്, ലോകത്തെ സ്നേഹിക്കുന്നവനാണ് അതിന്റെ അർത്ഥം. And the meaning of the word Ahimai is the one who loves the world. തന്മായി എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹി എന്നാണ് അതിന്റെ ശരിയായ മലയാളം, ഗ്രീക്ക് വാക്കിന്റെ ശരിയായ മലയാളം. And the meaning of the word Talmai is the one who loves money. അപ്പൊ നോക്കുക, ഹെബ്രോനിൽ വാഗ്ദത്തത്തിൽ കിടക്കുന്ന 3 സ്തോത്ര ദൈവജനത്തിന്റെ വാഗ്ദത്തത്തിൽ കിടക്കുന്ന 3 സ്തോത്ര അനുഭവങ്ങളെയാണ് പരിശുദ്ധാത്മാവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. So these were the 3 experiences or 3 types of giants that laid on the promise that God had laid for Israelites. സ്തോത്രം. ആ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കാൻ മുമ്പിൽ കിടക്കുന്നതായ ആ അനുഭവങ്ങളെ മാറ്റി ദൈവം അവർക്ക് നൽകിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. And we understand that God removed those 3 giants from the land, and then God gave the promised land to them. മുൻവിധി ആമിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു, ലോകസ്നേഹി ഉണ്ടായിരുന്നു, ദ്രവ്യാഗ്രഹി ഉണ്ടായി. ഇതിനെല്ലാം മാറ്റിയിട്ട് പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തം കൊടുത്ത് ദൈവം അവരെ പാർപ്പിച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. And there we understand that God removed the one who was judgmental. God removed the money lover. God removed the worldly love, and then God gave them what He promised to Israelites. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ഉറ്റുനോക്കുന്ന ചില അനുഭവങ്ങളിൽ മേൽ ദൈവാത്മാവ് ചിലർക്ക് വിടുതൽ നൽകുന്ന നാളുകളാണെന്ന് എന്റെ ഹൃദയം പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. And you who have been praying and spying over things that you want to receive from God, the Holy Spirit says that God is going to give them to you. എത്ര പേര് ദിവസങ്ങളിൽ ചിലരുടെ അവകാശങ്ങളെ പ്രാപിച്ചെടുക്കുന്ന ദിവസങ്ങളാവും. ദൈവത്തിന് സ്തോത്രം. And how many of you are ready to receive what God has promised to you? ദൈവാത്മാവ് ചിലരോടായി ഇടപെടുകയാണ്. ആ ഭാഗം ഇന്ന് രാവിലെ ദൈവനോട് ടച്ച് ചെയ്ത് ഒറ്റ നോക്കുന്ന വിഷയങ്ങളിൽ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്ന നാളുകളാണ്. ദൈവത്തിന് സ്തോത്രം. You who are watching over something that you desperately want for, Holy Spirit says that these are the days when God is going to give it to you. ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം അവർക്ക് അവകാശം പ്രാപിച്ചു കൊടുക്കുകയാണ്. And wherever it was impossible for them to achieve something, God gave that particular thing as an inheritance. ഹെബ്രോൻ എന്ന് പറയുന്നതായ സ്ഥലം ദൈവം അവകാശം പറഞ്ഞു കൊടുത്തത് പിന്നത്തേതിൽ ദൈവത്തിന് സ്തോത്രം പ്രാപിച്ചെടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. And we know that God gave that place Hebron as an inheritance for them in the later days. ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്ത് നിവർത്തിയിരിക്കുന്ന ദൈവമാണ്. ആ കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യാം. I praise God for our God who fulfills what He has promised to us. ദിവസങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകി തരാൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. These days, whatever God has spoken to us and promised to us, He is able to, and He is strong enough to give us what He has promised. എത്ര പേര് ബൽക്കാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവം സംസാരിച്ച ചില കാര്യങ്ങളെ നൽകുന്ന മാസങ്ങളാണ് രക്തത്താൽ ജയമെടുക്കുക. How many of you believe that this is the month that God is going to give me what He has promised? Praise the Lord. Hallelujah. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവകാശങ്ങളെ നൽകും. ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത് നൽകുന്ന നാളുകളാണ്. And God is a God who would fulfill what He has promised, and what you are watching over that you want desperately, God is going to give that to you in these days. God has already prepared it, kept it ready for you. And God deeply loved Israel. ദൈവത്തിന്റെ സ്നേഹത്തിൽ അവർ ചേർന്നിരുന്നത് കൊണ്ട് വാഗ്ദത്തങ്ങളെ അവർക്ക് അവകാശമാക്കാൻ കഴിഞ്ഞു. And because they clinged on to God's love, they were able to receive what God promised them. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകാതെ ദൈവത്തിന്റെ സ്നേഹത്തിൽ ചേർന്നിരുന്നാൽ, പറ്റിയിരുന്നാൽ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നൽകി തന്റെ ജനത്തെ മാനിക്കുന്ന നാളുകളാണെന്ന് പറയുന്നതിൽ എനിക്ക് ഇന്ന് പകൽ ആത്മാവിൽ സന്തോഷമുണ്ട്. And we have that inspiration from Holy Spirit to declare that if you cling on to God's love, then God shall surely grant your request. നിങ്ങൾ ഓർക്കണം, പട്ടണം വലിപ്പമുള്ളതാണെങ്കിലും ബലവാന്മാരാണെങ്കിലും
അവന് സ്തോത്രം അവൻ അവിടെ ചെല്ലുവാൻ കഴിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് നിശ്ചയമായി നിവർത്തിച്ച് തന്റെ ജനത്തെ മാനിക്കുമെന്ന് പകൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം. Even though that city that they spied upon was vast, and even though there were giants that were residing in that city, but what God promised, God granted to them, and surely He shall do that in your life. എന്തിനാണ് ഇത്രയും വലിപ്പവും പൊക്കമുള്ള ബലവാന്മാരായവരുടെ നടുവിൽ ദൈവം ഇസ്രായേൽ ജനത്തിനെ കൊണ്ടുവന്നത്? ദൈവത്തിന് And why did God bring Israelites in the midst of those people, those giants who lived there? അവരുടെ മുമ്പിൽ ശക്തനായ ദൈവത്തിന്റെ ശക്തി സ്തോത്രം ഇസ്രായേലിന്റെ ജീവിതത്തിലൂടെ തെളിയിക്കാൻ വേണ്ടിയാണ് ദൈവം കൊണ്ടുവന്നത്. ദൈവത്തിന് And God brought Israelites among those giants so that God could prove how strong He was for Israelites in front of those giants. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിലൂടെ ദൈവം വലിയവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി നിന്നേക്കാൾ സ്തോത്രം ബലവാന്മാരായ പട്ടണങ്ങളുടെ നടുവിൽ നിന്നെ എടുത്തെറിയുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And when God is placing you in a place, in an unexpected place, in a place which you don't deserve to be, but when God is placing you there, God wants to prove that how strong He is on your behalf. വിശ്വസിക്കുന്നവരാണ് നടക്കാൻ പോവുകയാണ്. ദൈവത്തിന് And those who believe, through them it shall happen. നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് Let us submit ourselves in His presence. ദൈവത്തിന്റെ സ്നേഹത്താൽ ഇത് സാധിച്ചെടുക്കാൻ കഴിയും. ദൈവത്തിന് And through God's love you shall receive it. ദൈവത്തിന്റെ സ്നേഹത്തോട് ചേർന്നിരുന്നാൽ, ദൈവ അനുഭവത്തിൽ ചേർന്നിരുന്നാൽ ദൈവം നമ്മോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് If you cling on to God's love, then He shall cling on to you and He shall work on your behalf. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. സമാധാനമില്ലാത്ത അനുഭവങ്ങൾ എടുത്തു മാറ്റി സന്തോഷം തന്ന ഈ ആരാധനയിൽ ഒരു ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ ദൈവം പിന്നെയും നമ്മെ നടത്താൻ ശക്തനാണ്. ദൈവത്തിന് God shall remove your sorrow and He shall clothe you with joy and He shall make you stand in front of His people. ചില ദിവസങ്ങളിൽ ചില അവകാശങ്ങൾ ദൈവം തന്ന് ചിലത് ക്രമീകരണങ്ങളായി ദൈവം ഒരുക്കി തരുമ്പോൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കുമെന്നാണ് എന്റെ ഹൃദയം പറയുന്നത്. My heart says that God is going to give you what you are requested for, what you have prayed for, and God shall give you that as an inheritance, and you shall testify that among His people. അനേകമല്ലന്മാരുടെ നടുവിൽ നിനക്ക് ചില അവകാശങ്ങളെ തന്ന് ദൈവം നിന്നെ ഇതിന്റെ നടുവിൽ നടത്താൻ ദൈവം ശക്തനാണ്. ദൈവത്തിന് And He is a God who is able to make you stand in front of those giants and give you some things that you yearn for, that you prayed for. ഒരിക്കലും വിൽപ്പന നടക്കയില്ലെന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ നിനക്ക് നിന്റെ കരങ്ങളിൽ ദൈവം തരാൻ പോവുകയാണെന്നാണ് ദൈവം അവനോട് ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. If you think that this is not going to happen through me, this is impossible for me, God is definitely going to place that thing that you're praying for in your hands. ഒരിക്കലും വാങ്ങിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്നിടത്ത് ബലവാന്മാരുടെ നടുവിൽ നിന്നെ ഉറപ്പിക്കുന്ന മാസങ്ങളാണെന്നാണ് പറയുന്നത്. These are the months then when you think that I shall never receive that, I shall never be able to possess this, but then God is going to give that in your hands and make you stand in front of them. നീ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിന് നിന്നോട് ഇഷ്ടം തോന്നുകയും ദൈവത്തിന്റെ സ്തോത്രം നീ ദൈവത്തിന്റെ ഹിതപ്രകാരം നീങ്ങുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. When you understand God's will, Holy Spirit will help you to walk on according to God's plan, according to God's will, and He shall grant all the requests of your heart. ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഹിതം എനിക്ക് മനസ്സിലാകണമെന്ന് ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. You are praying unto God's presence, saying that, Lord, help us realize, help us understand what is pleasing to you. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുക. ദൈവത്തിന് സ്തോത്രം. I praise God for those people, for people who are praying likewise. കർത്താവേ, നിന്റെ ഇഷ്ടം എനിക്ക് മനസ്സിലാക്കി നിന്റെ ഇഷ്ടത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നീ എന്നിൽ ഇഷ്ടപ്പെടുകയും എന്നിലൂടെ ഒരു വലിയ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നു ഞാൻ അറിയുന്നു, അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവരെ ഓർത്ത് കർത്താവിന് മഹത്വം കരേറ്റും. I praise God for those people who are ready to submit themselves and say that, Lord, help me understand your will, and as I understand your will, help me to follow it and help me to receive what I'm praying for. ഇപ്പോഴുള്ള ചില വലിയ തടസ്സങ്ങളൊക്കെ അപ്പൊ വളരെ ഉടച്ച് ദൈവം അത് മാറ്റി ഈസിയാക്കി മാറ്റി തരും. All the obstacles that you now see in front of your eyes, God shall remove those from your way. ഒരു വലിയ പ്രവൃത്തിക്കായി കർത്താവ് നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന് May God prepare us for His great work in our life. And now I request Pastor Barry to lead us into prayer and benediction. Brothers and sisters, did you notice as you looked out of your window today that you might have seen snow? That white stuff that covers all of the back of our garden completely. And as I was praying or thinking about the service this evening,
and about me closing this evening with prayer and perhaps a small word, I have to confess I always get a burden for people. I get a burden that God would use me in a very small way to bring help and blessing. And as I looked at the snow, my mind was turned to Isaiah chapter 1 and verse 18. Isaiah 1 and verse 18. Come now, let us reason together, saith the Lord. Though your sins be as scarlet, they shall be as white as snow. Though they be red like crimson, they shall be as wool. The snow, white as snow. When I thought about this, I saw two contrasts between crimson and scarlet, white and wool. We know that this is concerning the stains of sin. And God is speaking here. He's speaking about an agent that will be able to remove the stains of sin. And we know that Jesus, Messiah, came. He came to shed his precious blood. And as I thought for a moment about the burdens there might be of people who are watching us tonight, there are burdens, even of born-again Christians. Things are not happening in the way that we have said or believed that should take place. And the Lord reminded me that there is only one powerful agent that can meet our needs, both for salvation and for victory over sin in this world, and it is the blood of Jesus. The blood of Jesus, that holy blood, that sinless blood, that spotless blood, that blood that is able to wash and to cleanse and to remove all stains of sin. But that blood can do even more than that if it's possible, for that is the greatest miracle. But it can break the power of the enemy who seeks to prevent us from moving and being blessed in God with all of his promises. There's one thing that I need to remind you, beloved. We have to appropriate the blood of Jesus, that spotless, that powerful, sinless, holy blood. Appropriate it, claim it for ourselves. And some of you have been waiting perhaps a long time, and perhaps you don't understand why or where the blockages come. And we seek to live for the Lord, serve the Lord, seek him and pray and witness, and yet there seems to be a lack in some way. Sometimes the answer is because of the blood of Jesus. We're in a warfare, we're in a battle, and Satan wants to destroy your testimony. He wants to destroy your faith. He wants you to turn your back on God because God is not dependable. Go back to Calvary. When that blood dropped to the ground, when he was crucified, it dried. But when it dropped and when it came, it released a power that Satan can't deal with, a power that even the very demons and powers of hell cannot deal with. It is called the blood of Jesus. When we claim the blood of Jesus, it puts to flight the enemy, and the blockages are taken away. But we have to appropriate the blood. That means we need to claim it. It isn't just a one-off situation. Until the power breaks, until the blockage breaks, we claim the blood of Jesus. We allow our hearts to remain clean and washed, and we seek God's face all of the time. And I promise you that the day will dawn, a new morning will come when all of this will go because of the blood of Jesus. And so I'm going to pray for you right now. I believe that at least one or two people are going to listen to this. And I believe that God wants to minister to you and to give you an understanding how you can fight the good fight of faith. But it's through what Jesus has done, what he has accomplished on your behalf, by shedding his blood, that you might be freed from the stains of sin and that you might battle and bring the kingdom of God and bring people into that kingdom. He doesn't want you to be stumped in any way. And your heart's desire, he wants to give to you. He wants to give to you that which you've sought for so long. And it seems as though it always never happens. Beloved, when we claim the power of the blood in prayer,
through the power of the Holy Spirit, by believing through claiming, God is acting. The power of God is in the blood, the shed blood of Jesus. Father, I reach my hand out right now, and I pray, Father, that you would lay, as I pray often, your nail-pierced hand upon our understanding, that you would give us wisdom, Lord. You would remind us that your blood was shed not only for sin, but for victory over sin. Lord, I pray for the breaking of curses. I pray, Lord, that we cover ourselves in your protection. And I pray, Lord, the past shall be broken. I pray, Lord, the disappointments will be broken. And Lord, they shall not stop us moving forward. That you'll bring health, Lord, to our bodies. Lord, that you would bring health to our nervous system. That you would bring health, Lord, to our minds. And Lord, because of your blood, Lord Jesus, we do now claim victory specifically for 2 people right now, whether in this country or abroad. In the name of Jesus, we break that which binds and holds. We release the prisoners right now. We release them in Jesus' name through the power of the blood that was shed on Calvary, which we now claim and we now accept. And we now, Lord, receive victory in the name of Jesus. I pray for every household that your blessing shall be upon them all, from the youngest to the oldest. Let there be a sweetness of victory in every home right now. Every pain go in Jesus' name. Lord, every misunderstanding go now in Jesus' name. Lord, I pray for those who are struggling, Lord, with an ongoing situation. I break that situation according to your word, according to the power of your blood. In Jesus' name I ask it. Amen. And all God's people said, amen, and praise the Lord. Once again, thank you for your fellowship, and thank you for the songs in English. I'm looking forward to those. Hallelujah. And also for the translation. And most of all, for your fellowship and the fellowship of the Holy Spirit. So the Lord bless you. Have a good week, and the Lord smile upon you in Jesus' name. Amen. God bless you.